ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്കിന്ന് സിലോപ്പിയ ഫ്രൈ ചെയ്താലോ? അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. മാർക്കറ്റിലേക്കല്ല പോകുന്നത്, ഒരു വീട്ടിലേക്കാണ്. ആ വീടിനോട് ചേർന്ന് തന്നെ ആ ചേട്ടൻ ഫിഷ് ഫാമിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ കുറേ പശുക്കളും അതുപോലെ തന്നെ കുറേ പല കൃഷികളും, താറാവ്, കോഴി തുടങ്ങിയ വളർത്തലെല്ലാം ഉണ്ട്. നമ്മുടെ വീടിനോട് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഇതാണ് ആ ചേട്ടൻ്റെ ഫിഷ് ഫാമിംഗ് ചെയ്യുന്ന ആ ഒരു ഏരിയ. നെറ്റിട്ട് ഇരിക്കുന്ന ആ ഒരു പോർഷൻ നിങ്ങൾക്ക് ഇതിൽ കാണാം. ആ ഒരു പ്ലേസിലാണ് ആ ചേട്ടൻ അത് ചെയ്യുന്നത്. ഇടയ്ക്ക് അവിടെ പച്ചക്കറികളും മറ്റുമൊക്കെ ആ നെറ്റിൻ്റെ മുകളിലായിട്ട് വളർത്തുന്ന കാണാം. കറൻ്റ്ലി ഇപ്പോൾ അവിടെ മത്സ്യകൃഷി മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയാണ് ഈ ഒരു ഏരിയയിൽ കണ്ടൊക്കെ നടക്കാൻ വേണ്ടി. ഈ സൈഡിലുള്ളതൊരു വേസ്റ്റ് ആയിട്ടുള്ളൊരു തോടാണ്, പക്ഷെ അവിടെയൊന്നും ഇല്ല. അപ്പുറത്താണ്, അതായത് വളരെ നീറ്റായിട്ട് ഒരു ഏരിയയിലാണ് ആ ചേട്ടനത് കൃഷി ചെയ്യുന്നത്. ഇതാണ് ആ ചേട്ടൻ്റെ വീട്. നമ്മൾ വന്നത് ഏതായാലും കറക്റ്റ് ടൈമിലായിരുന്നു. ആ ചേട്ടൻ എങ്ങോട്ടോ പോകാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ വന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഈ ഒരു ചെറിയ തടി ഇട്ടിട്ടുള്ള ഒരു കുഞ്ഞു പാലത്തിൽ കൂടെയാണ് പോകുന്നത്. സൂക്ഷിച്ചൊക്കെ നടക്കണം, അല്ലെങ്കിൽ ഈ തോട്ടിൽ വീണാൽ പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളില്ല. അത്രയും വേസ്റ്റാണ് ആ ഭാഗത്തുള്ളത്. അവിടെ നിന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും നല്ല ക്ലീനായിട്ടാണ് ആ ചേട്ടൻ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. പുള്ളിക്കാരൻ ഫിഷിനെ പിടിച്ചിട്ട് ഈ ഒരു നെറ്റിനുള്ളിലാക്കി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെയാണ് ചെയ്യുന്നത്. ആവശ്യത്തിനനുസരിച്ച് മീൻ പിടിച്ച് അതിലേക്ക് ഇട്ട് വെക്കും. അപ്പോഴേക്ക് ഞാൻ അവിടെ അവരുടെ ഒരു ആവശ്യമില്ലാത്ത ഇഡ്ഡലി തട്ടാണെന്ന് തോന്നുന്നു, അതവിടെ ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് മീനൊക്കെ വരുന്ന പോകുന്നുണ്ട്. അപ്പോൾ അതിനെ എന്നെ വിളിച്ച് കാണിച്ചു തന്നിട്ട് ആ ചേട്ടനുമായിട്ട് ഓരോ കോൺവെർസേഷനിലാണ്. കരിമീൻ ഉണ്ട്, പക്ഷേ ഇപ്പം പിടിച്ചതൊന്നുമില്ല. കരിമീൻ മുട്ട വെച്ചൊക്കെ നിൽപ്പുണ്ടല്ല. ഇത് മാത്രമല്ല, കൊഞ്ചൊന്നുമില്ല അല്ലേ? അങ്ങനെ അവർ തമ്മിൽ അതിൻ്റെ കോൺവെർസേഷനൊക്കെ നടന്നു. അതിനുശേഷം ആ ചേട്ടൻ നമ്മളോട് എന്തോരം ഫിഷ് വേണമെന്ന് ചോദിച്ചിരുന്നു. നമ്മൾ വിളിച്ച് 1.5 കിലോ അല്ലെങ്കിൽ 2 കിലോ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ ചേട്ടൻ പറഞ്ഞത് ഇല്ല, 1 കിലോ ഉള്ളൂ, വേറെ ആരും ചോദിച്ചിട്ട് പിടിച്ചിട്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നപ്പോഴേക്കും മീൻ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെന്ന് ചോദിച്ചിരുന്നു. കാരണം ഇവർക്ക് മീൻ കിട്ടുന്നതനുസരിച്ചാണല്ലോ, പിടിക്കാൻ നേരത്തെ കിട്ടുന്നതനുസരിച്ചായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അവൈലബിലിറ്റി അനുസരിച്ചാണ് വിളിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ മീനുണ്ടായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ മീനൊക്കെ ഈ ഒരു നെറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഒത്തിരി മീനുണ്ട്. ആ മീനിങ്ങനെ തുള്ളി ചാടി കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഒത്തിരി വലുതല്ല, അത്യാവശ്യം ഒരു മീഡിയം സൈസാണ്. ചില സമയത്ത് നല്ല വലുതിനെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൽ കരിമീനും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നിലവിൽ കരിമീനെ കിട്ടിയിട്ടില്ല, സിലോപ്പി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ചേട്ടൻ അതിലേക്ക് എല്ലാത്തിനെയും അങ്ങ് പിടിച്ചെടുക്കുവാണ്. ഇതിൽ ഉള്ള അളവിന് നമുക്ക് അറിയാൻ പറ്റില്ല. അത് അപ്പുറത്ത് വന്ന് തൂക്കി നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പുള്ളിക്കാരൻ അത് പിടിച്ചെടുത്തിട്ട് പിന്നീട് വന്ന് തൂക്കി നോക്കിയിട്ട് ബാലൻസ് ആയിട്ട് വരുന്നതിന് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇപ്പം എന്തായാലും കുറച്ച് പിടിച്ചെടുത്തു. ഏകദേശം ഒരു കണക്കൊക്കെ ആ ചേട്ടന് അറിയാമല്ലോ, അപ്പോൾ അതനുസരിച്ചാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതങ്ങ് തിരിച്ചിടുന്നുണ്ട്. തിരിച്ചിട്ടിട്ട് ഇങ്ങോട്ടേക്ക് കയറുവാണ്. അങ്ങനെ ആ ചേട്ടൻ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റിയേക്കാളും കുറച്ചുകൂടെ പൈസ കൂടുതൽ എടുത്തിട്ട് വന്നിട്ടും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ചേട്ടനോട് ഫിഷ് കൂടുതലുണ്ടല്ലോ, വാങ്ങിച്ചാലോ എന്ന് ഓർത്ത് ഞങ്ങൾ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഓൺലൈൻ പേയ്മെൻറ്റ് മോഡൊന്നും ആ ചേട്ടൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മീനെ തന്നെ വാങ്ങിച്ചിട്ട് പോരാം. ഇപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്താണല്ലോ, പിന്നീട് വന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തു. അപ്പോൾ ആ ചേട്ടൻ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറുന്ന ടൈമിൽ ആ നെറ്റിൽ ഫിഷിനെ പിടിച്ചിട്ട് അതിനെ കരയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ചേട്ടൻ ആ മീനെ പിടിച്ചിട്ടിട്ടുള്ള വലിയ നെറ്റ് ഓർഡറിലാക്കി തിരിച്ചിടുവാണ്. കാരണം അതിൽ ഇനിയും മീനുകളുണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എല്ലാത്തിനെയും പ്രോപ്പറായിട്ടൊക്കെ ഇട്ട് നെറ്റും പ്രോപ്പറായിട്ട് ഇട്ടിട്ടാണ് ആ ചേട്ടൻ കയറി പോരുന്നത്. എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നീട് കയറി വന്നിട്ട് ആ മീനെ എടുത്തു. ഇത്രയും നേരം അനങ്ങാതെ അവിടെ കിടന്ന മീനുകളെല്ലാം ചാടിത്തുള്ളി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വന്ന വഴി കൂടെ പോകണം. അതായത് ആ ചെറിയ പാലമൊക്കെ കടന്ന് അപ്പുറത്തെത്തുമ്പോൾ അതിന് നേരെ തന്നെയാണ്. ഞാൻ ആദ്യം വീഡിയോയിൽ വന്നിറങ്ങുമ്പോൾ കാണുന്നുണ്ട്, ആ നേരെ തന്നെ കാണുന്നതാണ് ആ ചേട്ടൻ്റെ വീട്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ തൂക്കം നോക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ആ ചേട്ടൻ അതിൻ്റെ വെയിറ്റൊക്കെ നോക്കി 2 കിറ്റിലായിട്ടാണ് എടുക്കുന്നത്. കാര്യം ജീവനുള്ള മീനായതുകൊണ്ട് ഒരൊറ്റ കിറ്റിലേക്ക് ഇടുവാണെങ്കിൽ ചാടി പോയാലോ എന്ന് ഓർത്ത് ആദ്യം തന്നെ 1 കിറ്റിലേക്ക് ആദ്യം എടുത്തിട്ട് പിന്നീട് 1 കിറ്റും കൂടി ഇട്ടിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഓരോ മീനിനെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം സംഭവിച്ചത് ഞാൻ വാങ്ങിയ കറക്റ്റ്
കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ, അതായത് 1 ഗ്രാം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെയാണ് ഫിഷിനെ കിട്ടിയത്. നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയേക്കാളും കൂടുതലായിട്ടുള്ള മീൻ ഈ ചേട്ടൻ എടുത്തതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടതിനെ നമുക്ക് തൂക്കി തന്നു. അതിനുശേഷം ബാക്കി വന്നതിനെ ആ ചേട്ടൻ തിരിച്ചു കൊണ്ടുവന്നിട്ടു. അപ്പോൾ നമുക്ക് കിട്ടിയ മീനുമായിട്ട് ഞാൻ പോരുവാണ്. അതിനിടയ്ക്ക് ഈ മീനുകൾ ഇടയ്ക്കിടയ്ക്ക് ചാടിക്കളിക്കുന്നുണ്ട്. എന്നാലും ഞാൻ സേഫായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ വഴിയാണ് തോടിന് സൈഡിലായിട്ടുള്ളത്. നമ്മൾ സൂക്ഷിച്ചൊക്കെ പോകണം. കാരണം ഈ അപ്പുറത്തും ഇപ്പുറത്തും വഴിയുടെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ പുൽത്തകിടി പോലെ ഉണ്ട്. അത് ഇത്തിരി ഹൈറ്റിലാണുള്ളത്. അപ്പോൾ അങ്ങോട്ടൊക്കെ ബൈക്കൊക്കെ കയറി തെന്നി വീഴാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് നോക്കി പോകണം. പിന്നെ നമ്മൾ എന്തായാലും വഴിയൊക്കെ താണ്ടി നമ്മുടെ വീട്ടിലെത്തിയ ഉടനെ അമ്മ ഫിഷ് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. എൻ്റെ അനിയത്തിയുണ്ട്. അപ്പോൾ അച്ചുവും ഫിഷ് ഫ്രൈ തിന്നാനുള്ള കൊതിയിലിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഷിനെ വേഗം തന്നെ വെട്ടിയെടുക്കുന്നുണ്ട്. ഇതിനെ കുറച്ച് നേരം വെച്ച് നോക്കി, പക്ഷേ ഇത് എത്ര നേരം നമ്മൾ വെച്ചാലും ഫിഷ് ചാവുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിനെ വെട്ടി ക്ലീൻ ചെയ്തെടുക്കാമെന്നല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ അങ്ങനെ അതിനെ എന്തായാലും വെട്ടി ക്ലീൻ ചെയ്തൊക്കെ എടുത്തു. പിന്നെ ശേഷം മുളകൊക്കെ പുരട്ടി മസാലയെല്ലാം ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഞാനിതിൻ്റെ ഫ്രൈ അങ്ങനെ കഴിക്കാറില്ല. വല്ലപ്പോഴും ഇത്തിരി ടേസ്റ്റ് നോക്കി അത്രേ ഉള്ളൂ. ബാക്കി ഇവിടെ അമ്മയും ഞാനും ഒഴികെ, അമ്മയും ഒട്ടും തൊടില്ല. നമുക്ക് അയില മീനൊന്നും കഴിക്കാറില്ല. അച്ചു ഇച്ചാനും പപ്പായാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഫിഷൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഫ്രഷ് ആയതുകൊണ്ട് പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ കഴിച്ചിട്ട് വരാം. ബൈ.